വെൽക്കം ബാക്ക്. ഹിയർ ഈസ് അനദർ വീഡിയോ. കേൾക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ. അപ്പോൾ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ പാട്ട് കേൾക്കാൻ അത്രയും ഇഷ്ടമുള്ള ഒരാൾക്ക് നിങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആഗ്രഹിക്കണം എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ പറയാം, നിങ്ങളുടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ഏതാണോ ഫേവറേറ്റ് പാട്ട്, ആ പാട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതാണോ പാട്ട് വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ കൊടുക്കുക. ഡൗൺലോഡ് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് ഇതിനെയും ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഈ ഒരു സ്ക്രീനും കൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ദെൻ കോപ്പി ലിങ്ക് കൊടുക്കുക. കോപ്പി ലിങ്ക് കൊടുത്തതിന് ശേഷം നമുക്ക് ക്രോം അല്ലെങ്കിൽ ഗൂഗിൾ എടുക്കാം. ഗൂഗിൾ എടുത്തിട്ട് നമുക്ക് എന്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം? സ്പോട്ടിഫൈ കോഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്പോട്ടിഫൈ കോഡ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു സൈറ്റ് കിട്ടും. അപ്പോൾ ആ സൈറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കോഡ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യം കാണുന്നില്ലേ, ആ സ്പോട്ടിഫൈ കോഡ് കൊടുക്കുക. കോഡ് കൊടുക്കുമ്പോഴത്തേക്ക് ഈ അക്സെപ്റ്റ് കുക്കീസ് എന്നൊക്കെ വരും. അത് നമുക്ക് എന്ത് ചെയ്യാം? അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. ദെൻ ഈ സ്പോട്ടിഫൈ യൂസേഴ്സ് അതിനെ നമുക്ക് മാറ്റിയിട്ട് നമ്മൾ കോപ്പി ചെയ്തതിനെ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യാം. ദെൻ ഗെറ്റ് സ്പോട്ടിഫൈ കോഡ് കൊടുക്കുക. ദെൻ താഴോട്ട് വരുമ്പോഴത്തേക്കും കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ സ്പോട്ടിഫൈ കോഡ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ല എങ്കിൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളറോ അല്ലെങ്കിൽ ബാർകോഡിൻ്റെ കളറ് ബ്ലാക്കോ വൈറ്റോ കളേർഡ് ആയിട്ടുള്ളതോ എങ്ങനെ വേണമെങ്കിൽ ആക്കി മാറ്റാം. അതിന് ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള കളറിലോട്ട് ഇത് ചേഞ്ച് ചെയ്യാം. കണ്ടോ, ബ്ലൂ ആക്കാം, ഗ്രീൻ ആക്കാം, തിരിച്ച് ബ്ലാക്കിലോട്ട് കൊണ്ടുവരാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇതിനെ കളർ മാറ്റാം. ഇവിടെ ഞാൻ ബ്ലാക്ക് ഫ്രെയിം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറെ ആവശ്യമുള്ള ഏതെങ്കിലും ഫ്രെയിംസ് അപ്പം തന്നെ ഡൗൺലോഡ് ഇടണമെങ്കിൽ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് ഡൗൺലോഡ് ടു ഗാലറി വന്ന് കിടന്നോളും. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ക്യാൻവയിലോട്ട് പോവുക. ക്യാൻവയിലോട്ട് പോയിട്ട് നമുക്ക് ഏതാണോ വെക്കാൻ വേണ്ടത് ആ ഫ്രെയിംസ് എടുക്കുക. ആ ഫ്രെയിം എടുത്തിട്ട് നമുക്ക് ക്യാൻവയിലോട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ആ ഫോട്ടോ നമുക്ക് ഏത് ഫോട്ടോ ആണോ വെക്കേണ്ടത് അത് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ പാട്ടിൻ്റെ ഫോട്ടോ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇതേപോലെയാണ് വൈറ്റ് ചെയ്യുന്നത്. എല്ലാം നമ്മുടെ ആ ഒരു ഐഡിയ അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ വർക്ക് ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിൽ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് PNG JPG അങ്ങനത്തെ ഫോർമാറ്റ് വരും. അതിൽ നമുക്ക് വേണ്ടത് PDF പ്രിൻ്റാണ് വേണ്ടത്. PDF പ്രിൻ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡൗൺലോഡ് എടുക്കുക. കഴിഞ്ഞു. ഈ ഡൗൺലോഡ് ചെയ്തത് ഗാലറി വന്ന് കിടക്കും. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ പ്രിൻ്റ് എടുക്കുക. ഫ്രെയിമിലാണെങ്കിൽ ഫ്രെയിമിൽ വയ്ക്കുക. വേറെ എന്തെങ്കിലും ഐഡിയാസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.